പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥന നിർഭരമായ സുപ്രഭാതം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥനാവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഡെയിലി ബ്രെഡ് കൂടെ നമ്മൾ വിളിക്കുന്ന പേര് അവർ ഡെയിലി ബ്രെഡ് എന്ന്. അത് കർത്താവ് അന്നു വേണ്ട ആഹാരം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പം കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മൾ ഇന്നത്തെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡ് എന്ന് വിളിക്കാൻ കാരണം. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ പ്രെയർ കൺസെപ്റ്റ് കർത്താവിൻ്റെതാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിലെ രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിലെ ജീവിത ഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാധാരണ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചിരുന്നവരെ ആ ചികിത്സയുടെ കുറവ് കാരണം വലിയ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് അപരാധികളും സാമ്പത്തികവും അല്ലെങ്കിൽ അപരിചിതമായ സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും, ആര് കൂടെ നിൽക്കും, ആര് സാമ്പത്തികമായി സഹായിക്കും, അങ്ങനെ ഓരോരോ കാര്യത്തെക്കുറിച്ച് ആന്തരികമായ വേവലാതി കൊള്ളുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥന അവർക്കുള്ളതാണ്. ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാന പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭിണികളായ മക്കളുണ്ട്, അമ്മമാർ, അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളെ ഒതുങ്ങുന്നതല്ല. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷന് പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയും കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി അൾത്താരെ നടത്തിയിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരസ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസ എക്സ്പയർ ആവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിസ അടിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അഭാവങ്ങളിൽ ശിഷ്ടമുള്ളവർ, കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച്, മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോ, ജോലിക്ക് പോയി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവരെ, 9 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയവരെ, അങ്ങനെ പല എഴുത്തുകൾ, പല പരീക്ഷകൾ, പല ഇൻ്റർവ്യൂവിന് അവസാനം മനസ്സ് മടിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു എത്തും പിടിയില്ലാതെ തന്നോട് തന്നെ ദേഷ്യം, എല്ലാവരുടെയും ദേഷ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്തവർ, ദൈവത്തോട് മാനസികമായ അകൽച്ചയുള്ളവർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യട്ടെ. കർത്താവ്, കാർഷിക മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദിവസം ജോലിക്ക് പോകുന്നവരെ, ദിവസം ജോലി ഇല്ലാത്തവരെ, വല്ലപ്പോഴും കൂടെ ഒരു ജോലി കിട്ടുന്നവരെ, അതുകൊണ്ട് കുടുംബം കഴിയാൻ പറ്റാത്തവർ, സാമ്പത്തിക ബാധ്യതയും കടകളും ജപ്തിന് അവിടെ വന്ന് കിടക്കുന്നവരെ, ഇങ്ങനെ എല്ലാ തരങ്ങളിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ, കർത്താവ്, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ, പരീക്ഷ എഴുതി തീർന്ന മക്കൾ, അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, അങ്ങനെ ഓരോ പരീക്ഷകളിലും കർത്താവെ അവരുടെ പെർഫോമൻസ് വളരെ പൂറായിട്ടുള്ളവരുണ്ട്. ഈശോയെ, ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അങ്ങനെ രക്ഷപ്പെടത്തുള്ളൂ. കർത്താവ്, അനുദപിക്കുന്ന എല്ലാവരുടെ മേലും നിൻ്റെ അനുഗ്രഹം നൽകണം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ വിവാഹിതരെ, വിവാഹത്തിന് ഒരുങ്ങുന്നവർ, വിവാഹത്തിൽ ജീവിതത്തിൽ പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ട് ഡൈവേഴ്സിന് ഒരുങ്ങുന്നവർ, ഡൈവേഴ്സ് ആയവർ തിരിച്ചൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ ലക്ഷോപലക്ഷം മനുഷ്യർ കർത്താവെ ഓരോരോ ജീവിത പ്രതിസന്ധികൾ വിഷമിച്ച് ജീവിക്കുന്ന കച്ചവടക്കാർ, തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ, കാർഷിക വിഭവങ്ങൾ കടന്നു പോയവർ, അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനെടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ, കർത്താവ് അങ്ങനെയൊക്കെ പലിശ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇത് വിറ്റുമാറ്റിയാലും കടക്കാരൻ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ, മടുത്ത് തീർന്ന് തുലച്ച്
എന്ത് ജീവിതമെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ നീ അവരുടെ കരുണ തോന്നി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ, നടവഴി പോലും നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തി, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യലഹരിയിലും രാസലഹരിയിലും ഒക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ മേൽ ചിന്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ചിലർ മുല്ലപ്പൂ മണം, നറുമണം അനുഭവിക്കുന്നവരുണ്ട് മാതാവിൻ്റെ സാന്നിധ്യമായി. ചിലർ മഴവില്ല് കാണുന്നവരുണ്ട്, ചിലർ മാതാവിൻ്റെ സ്വപ്നം കാണും. അപ്പം അങ്ങനെ ഓരോരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ദൈവമാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന ഒരു മാധ്യസ്ഥ, നിനക്ക് വേണ്ടി ദൈവദർശനതയിൽ മാധ്യസ്ഥം വഹിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് നൽകുന്നത് ഈ മുല്ലപ്പൂ സുഗന്ധങ്ങളിലൂടെയും മഴവെയിലിൻ്റെ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെയാണ്. അത്തരം പ്രസൻസിന് ഉപയോഗപ്രദമായ ഒരു വചനമാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വചനമാണ്. അല്ലാതെ അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വചനമാണ്. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. I will come with you wherever you go. നമ്മളെപ്പോഴും പറയണതല്ലേ, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ദൈവത്തിന് വാക്ക് പാലിക്കും. പക്ഷെ നമുക്ക് അനുഭവവേദ്യമാകുക എന്നുള്ളത് ഇറ്റ്സ് അനദർ തിങ്. ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. ഇപ്പം കർത്താവിനെ എന്താ പറഞ്ഞത്? ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ അതിന് പൊള്ള വാക്കുകളോ പൊട്ട വാക്കുകളോ ഒന്നും പറയത്തില്ല, പൊയ് വാക്കുകളൊന്നും പറയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സത്യവേദ പുസ്തകം എന്ന് വിളിക്കുന്നത്. കർത്താവിൻ്റെ വചനം സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ കർത്താവിൻ്റെ 2 വാഗ്ദാനങ്ങൾ എന്താണ്? കാലത്തിൻ്റെ അവസാനം വരെ. വായിച്ചേ, മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കർത്താവ് നൽകിയ അന്ത്യവാഗ്ദാനമാണ്. പഴയ നിയമത്തിൽ ഇതേ വാഗ്ദാനങ്ങളുണ്ട്. ഉടമ്പടിയുടെ പ്രധാന പ്രമേയങ്ങളൊന്നാണ് ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല, ഒത്തുതീർപ്പില്ലാത്ത വാഗ്ദാനമാണ്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാണാതെ നമ്മൾ വിശ്വസിക്കണം. ചിലത് നമുക്ക് കണ്ട് വിശ്വസിക്കുകയും ചെയ്യാം. 2 തരത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഒന്ന്, കാണാതെ വിശ്വസിക്കാം. രണ്ടാമത്തത് കണ്ട് വിശ്വസിക്കുക. ഇത് 2ൻ്റെയും ആള് ആരാണ്? തോമാശ്ലീഹയാണ്. നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രമേ തോമാശ്ലീഹനെ പ്രതിയാക്കും. അതല്ല, കണ്ട് വിശ്വസിക്കാൻ ഒരു ശിഷ്യന് അവകാശമുണ്ട്. യോഹന്നാൻ 20:29. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ കാണാതെ ആണെങ്കിലും ചില ആൾക്കാർ നല്ല വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവരായിരിക്കും. അവരതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും. ആരാണ് വിശ്വാസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? അവരാണ് വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവർ. ഇപ്പം കൃപാസനം പത്രം തന്നെ ചില ആൾക്കാർ വെയിലത്തെ കൊണ്ടു നടന്നിട്ട് പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യം വരുന്നവർ പറയുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് വിശ്വാസ വ്യാപ്തിയാണ്. ചില ആൾക്കാർ ദൈവത്തെക്കാൾ അവരെക്കുറിച്ച് ചിന്തിക്കും. അയ്യോ, എന്നെക്കുറിച്ച് ആൾക്കാരെന്ത് വിചാരിക്കും ഞാനിങ്ങനെ പറയുമ്പോൾ. അപ്പം ദൈവത്തെക്കാൾ ഉപരി നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മൾ തന്നെയല്ലേ?
അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭജന എപ്പോഴും പറയണത്, നിങ്ങൾ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കണം. കാര്യം പലപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയായിരിക്കും. ഇപ്പം നിങ്ങളൊരു അടയാളം കാണണമെന്ന് ആഗ്രഹിക്കണില്ലേ? അടയാളം കാണണമെന്ന് കർത്താവ് അടയാളം ചോദിക്കുന്നവരെ ശാസിക്കുന്നില്ലേ? നീ തലമുറ അടയാളം അന്വേഷിക്കുന്നൊക്കെ പറയത്തില്ലേ? നിങ്ങൾ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയത്തില്ലേ? കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ ഇപ്പോൾ പറഞ്ഞില്ലേ? അപ്പോഴീ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവരോട് ഈശോ വളരെ ഒരു യുദ്ധകാല നടപടിക്രമങ്ങളാണ് ചെയ്യണത്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അടയാളം കാണിക്കാൻ കഴിയുന്നത്. ആ കാനയിലെ വീട്ടുകാരന് അനുതാപമില്ല, അറിവ് പോലും ഇല്ല, ആരാണ് വീട്ടിൽ വന്നതെന്ന് പോലും ഒക്കെ ഐഡിയ ഇല്ല, അയാൾക്ക് അനുതാപമില്ല. അപ്പോൾ അയാൾക്ക് അനുതാപം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് സമയമായില്ലെന്ന് പറയത്തില്ലായിരുന്നു. അപ്പോൾ സമയമാക്കുന്നത് എന്താണ്? അനുതാപമാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സമയം സമാധാനമാക്കുന്നത് എന്താണ്? അനുതാപമാണ്. അതുകൊണ്ട് തന്നെ നോൻപ് കാലത്തെ അനുദപിക്കുക, വിശ്വസിക്കുക, ദൈവരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ദൈവാനുഭവം കിട്ടുന്നത് ബോധ്യം കൊണ്ട് മാത്രമാണ്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്, എൻ്റെ അന്വേഷണം ഇവിടെ വെച്ച് തീരെയാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. സന്തോഷമായിരിക്കുക. ഉടമ്പടി എപ്പോഴും സന്തോഷമായിട്ടിരിക്കേണ്ട ഒരവസ്ഥയാണ്. അത് ഒരു വിളിയാണ്. അത് സങ്കീർത്തനം 105:3 പറയുന്നത്, നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കുക. എന്തുകൊണ്ടാണെന്ന്, നമ്മൾ ദൈവത്തിൻ്റെ ആണ് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കേണ്ടത്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ഉടമ്പടിയിൽ ഈ ലോകത്തിൽ നമുക്ക് മിക്കവാറുമുള്ള പ്രശ്നങ്ങളെല്ലാം, നമ്മളെ ഉൾക്കണ്ട എല്ലാം ഒരു 4 കാര്യത്തിനെ കുറിച്ച് എപ്പോഴും ഉൾക്കണ്ട. ഒന്ന്, എനിക്ക് യോഗ്യതയില്ല, ഇതെനിക്ക് ലഭിക്കില്ല. അത് പലവരെയും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യ കാരണം തന്നെ ഇതാണ്. നമ്മളെ വിഷയത്തിൽ ചിലപ്പോൾ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ കടമായിരിക്കും, വീടില്ല, വാടകയ്ക്ക് താമസിക്കുക, വാടക ഒരു 5000 രൂപ വാടക കൊടുക്കണം. നമ്മളെ വരുമാനം 10-15,000 രൂപ വരുമാനമേ ഉള്ളൂ. വീട്ടുകാരിയും നോക്കണം, വാടകയും കൊടുക്കണം, ഈ 10 ലക്ഷം രൂപ കടവും തീർക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും തന്നെ ആ വിശ്വാസം പോയി. എനിക്ക് യോഗ്യതയില്ല. 15,000 രൂപ ശമ്പളം വെച്ചുകൊണ്ട്, വരുമാനം വെച്ചുകൊണ്ട്, വാടകയും കൊടുത്ത്, കുട്ടികളെ നോക്കി 3 നേരം ഭക്ഷണത്തിന് പോലും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് കടം വീട്ടുക? ഒന്ന് യോഗ്യതയില്ലായ്മയാണ് നമുക്ക് പലപ്പോഴും, നമുക്കതാണ് പ്രശ്നമായിട്ട് തോന്നുന്നത്, ഉത്കണ്ഠയുടെ കാരണം. രണ്ടാമത്, നമുക്ക് സമയത്ത് ലഭിക്കില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലഭിക്കണം. നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്, മക്കളുടെ കല്യാണം 25 വയസ്സിൽ നടക്കേണ്ട കല്യാണം 45 നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ സമയത്തിൻ്റെ ചുരുക്കം നമ്മുടെ ആവശ്യമാണ്. സമയം നീണ്ടു പോകുമ്പോൾ നമുക്ക് വിഷമമാണ്. അത് നമ്മുടെ ഉത്കണ്ഠയുടെ കാരണമാണ്. അത് നമുക്ക് സഹനമായിട്ട് നമുക്ക് തോന്നും. മൂന്നാമത്തത്, നമുക്ക് ചെയ്യുന്ന ജോലി ചിലപ്പോൾ ജോലിയാകാം,
നമ്മളെ വ്യാപാരമാകാം, ബിസിനസ്സാകാം, അല്ലെ ഭാര്യയ്ക്ക് മക്കളാകാം, ഭർത്താവാകാം, ഭാരമായിട്ട് തോന്നും. ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഭാരമാണ്, പ്രശ്നമാണ്. ചിലപ്പോൾ രോഗം നമുക്ക് ഭാരമായിട്ട് തോന്നും. അതും നമുക്ക് ഉൾക്കൊണ്ടേണ്ട കാരണമാണ്. പിന്നെ നാലാമത്തതാണ് ഏറ്റവും വലിയ നമ്മൾ ഉൾക്കൊണ്ടേണ്ട കാരണം, ഒറ്റപ്പെടൽ. എല്ലാവരും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിൽ ജീവിച്ചാലും ഒറ്റപ്പെടലാണ്, ജോലി സ്ഥലത്തും ഒറ്റപ്പെടലാണ്. അതുപോലെ എവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ തനിച്ചാണ്, എൻ്റെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഉടമ്പടി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിൻ്റെ ഈ 4 പ്രശ്നം, നമ്മളെല്ലാ പ്രശ്നത്തിലും നമ്മൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ 4 അടങ്ങിയിരിക്കുള്ളൂ. നിൻ്റെ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് സഹനം ഉണ്ടെങ്കിലും ഈ 4 കാര്യം ഞാൻ പറഞ്ഞതിൽ അടങ്ങി നിൽക്കുന്നു. ഉടമ്പടി ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ 4 കാര്യം തന്നെയാണ്. നിനക്ക് നിൻ്റെ യോഗ്യത ആവശ്യമില്ല, ദൈവത്തിന് യോഗ്യതയുണ്ട്, എൻ്റെ കൃപ മാത്രം മതി. അത് ആദ്യ കാര്യം. നിനക്ക് 50 ലക്ഷം രൂപ കടമുണ്ടെങ്കിലും നിനക്ക് 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും എനിക്ക് ഈ 50 ലക്ഷം രൂപ കടം തീർക്കാനുള്ള കഴിവുണ്ടെന്ന് അമ്മ വഴി ഈശോ നമ്മളോട് പറയുക. ദൈവത്തോടെ നമ്മൾ ഉടമ്പടി എടുക്കുന്നു. നിനക്കൊരു വരുമാനമില്ല, സാമ്പത്തികമില്ല, മകളുടെ കല്യാണം നടത്താനുള്ള യോഗ്യതയില്ല കുടുംബത്തിൽ. അത് ദൈവമാണ് വാഗ്ദാനം തരുന്നത്. ഉടമ്പടി വഴി ഞാൻ നടത്തിത്തരാം. രണ്ടാമത്തത്, അമ്മയോട് ഈശോ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈശോ അമ്മ പറഞ്ഞ് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ സമയമായില്ലെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ് ഇതാണ് സമയം, ഇപ്പോഴാണ് സമയം. അപ്പോൾ സമയത്തിനെ ചുരുക്കുന്ന ഒരു വാഗ്ദാനം ഉടമ്പടിയിലുണ്ട്. മൂന്നാമത്തത്, നിൻ്റെ ഭാരങ്ങൾ ദൈവം ഏറ്റെടുത്ത് അത് ഭാരം കുറയ്ക്കും. അത് യെശയ്യാ 43:2 ആ വാഗ്ദാനം കിടപ്പുണ്ട്. നീ കടലിൽ കൂടി നടന്നാലും നീ മുങ്ങിപ്പോകില്ല, തീയിൽ നിന്നാലും പൊള്ളലേക്കില്ല. എന്നുവെച്ചാൽ അത് ഭാരം കുറയ്ക്കുന്ന. തീയൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ, പക്ഷെ നിനക്ക് പൊള്ളലേക്കില്ല, നിനക്കത് അനുഭവം ഉണ്ടാകില്ല, പൊള്ളുന്ന അനുഭവം ഉണ്ടാകില്ല. എന്ത് വന്നാലും നീ മുങ്ങിപ്പോകില്ല. ഏത് കടൽ നിൻ്റെ ജീവിതത്തിൽ വന്നാലും പുറമേ കാണുന്നവർക്ക് നീ കടലിലാണ്, കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുക, പക്ഷെ നീ മുങ്ങില്ല. അത് വാഗ്ദാനമാണ്. നാലാമത്തെ വാഗ്ദാനം ഉടമ്പടിയിൽ നമുക്ക് കിട്ടുന്നത്, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ദൈവ സാന്നിധ്യം, നീ ഒറ്റയ്ക്ക് ഇല്ല. ഇതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. സങ്കീർത്തനം 105:3 പറയുന്ന പോലെ, ഞാൻ ദൈവത്തിൻ്റെ ആണ് എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ദൈവമായിട്ട്, ദൈവത്തിൻ്റെ സ്വകാര്യ വസ്തുവായാണ് ഉടമ്പടി വഴി. ഇത് നമുക്കെപ്പോഴും ആ ഒരു ബോധ്യം ഉണ്ടാകണം. ഇത് ഞാൻ വെറുതെ ഇല്ല. 2015 ഞാനും ജോസഫ് അച്ഛനും വേളാങ്കണ്ണി പോകുമ്പോഴാണ് അമ്മ മാതാവ് ഈ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത്. അത് എപ്പോഴും സ്പീച്ചിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. 2015 ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ട് വന്നിട്ട് ഉടമ്പടി ഇവിടെ തുടങ്ങിയ കാലത്ത്, ആ സമയത്ത് അമ്മ പറഞ്ഞ ഈ ഉടമ്പടി എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. അത് അച്ഛനോട് പറഞ്ഞ് അത് ക്ലാരിറ്റിയിലേക്ക് വന്നു, ഉടമ്പടിയായിട്ട് മാറി. ആ സമയത്ത് ഞാൻ ഇവിടെ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. ഇവിടെ മുകളിൽ മുറിയാണ് അന്ന്.
അപ്പോൾ കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു കൊച്ച് അന്ന് ഉടമ്പടി തുടങ്ങി. ഞാൻ നേരിട്ട് ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ മാതാവിനെ ഞാൻ സമർപ്പിച്ചില്ല. ഉടമ്പടി ഞാൻ നേരിട്ടെടുത്തില്ല. അപ്പോൾ ഒരു കൊച്ചു കരഞ്ഞുകൊണ്ട് വന്ന് കൗൺസിലിങ്ങിന് എന്നോട് പറഞ്ഞ്, എൻ്റെ കല്യാണം 1 മാസം മുമ്പേ ഉറപ്പിച്ചതാണ്. ഉറപ്പിച്ച് കഴിഞ്ഞ് ഈ ഇൻവിറ്റേഷൻ കാർഡ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും ഇപ്പോൾ ഞങ്ങൾ മണ്ഡപമെല്ലാം ബുക്ക് ചെയ്ത് എല്ലാവരെയും അറിയിച്ച് കല്യാണ ഡേറ്റ് ഇനി 10 ദിവസമേ ഉള്ളൂ. 1 മാസമായിട്ട് അവരുടെ വീട്ടുകാരോ അയാളോ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ പോകുമ്പോൾ വീട് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങളാണെങ്കിൽ എല്ലാവരെയും അറിയിക്കുകയും ചെയ്ത് അയാൾ എവിടെ പോയി എന്താ എന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇതിനെന്ത് മറുപടിയാണ് കൗൺസിലിങ്ങിന് കൊടുക്കേണ്ടത്? 10 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ് ഒന്ന് ഒഴിവാക്കി വിടാൻ. ആൾക്കാർ ഇങ്ങനെ കുറച്ച് ക്യൂ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് എന്ത് മറുപടി പറയണമെന്ന് ഞാൻ പറയണൊക്കെ മറ്റുള്ളവർക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞ നീ പോയി ഉടമ്പടി എടുക്കുക, പെട്ടെന്ന് പോയിന്ന്. അവൾ ഹൈന്ദവളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ അന്ന് ഇത്രയും തിരക്കില്ല. ഇവിടെ നേരെ പോയി ആ ഫോം വാങ്ങിച്ച് എല്ലാം ഫില്ല് ചെയ്ത് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് ഇവിടെ എണ്ണ ഒഴിച്ച് ആ ഫോം അവിടെ ഇട്ടിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് നിയോഗം ഇട്ട് അങ്ങോട്ട് കത്തിക്കുമ്പോൾ, വിളക്ക് കത്തിക്കുമ്പോൾ ഇവളുടെ മൊബൈലിൽ റിങ്ങടിക്കുക. റിങ്ങടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ കല്യാണം ഉറപ്പിച്ച ചെറുക്കൻ തന്നെ വിളിക്കുക. അവൻ പറയാണ് ഫോണിൽ കൂടി, എൻ്റെ വീട്ടിലവർ സമ്മതിച്ചില്ല, വീട്ടിലവർ ഭയങ്കര എതിർപ്പാണ്, എന്നാലും കുഴപ്പമില്ല, ആ ദിവസം ഞാൻ ഇറങ്ങി വരും, നമുക്ക് കല്യാണം നടത്താമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുക, നമ്മളുടെ ആഗ്രഹമില്ല. നിങ്ങൾക്ക് തന്നെ നിയോഗം നടത്തി തന്നൊന്നുമില്ല ദൈവത്തിന്, അത് ദൈവം തരെയാണ്, അതൊരു ഫ്രീ ഗിഫ്റ്റായിട്ട്. നിങ്ങൾ ദൈവമായിട്ട് വീണ്ടും അടുക്കണം. നമ്മളെല്ലാവരും ദൈവമായിട്ട് പിരിഞ്ഞിരിക്കുക. അത് റോമ 8-ാം അധ്യായം 9-ാം തിരുവചനം കേൾക്കുമ്പോഴത്തേക്ക് അതിൽ പറയുന്നത്, നമ്മളുടെ അകത്ത് ദൈവമുണ്ട്, ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ അകത്ത് ജീവിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത്, ദൈവമായിട്ട് അടുക്കുന്നത് ആണ് പ്രാർത്ഥന. ഉടമ്പടിയിൽ പ്രാർത്ഥനയാണ് ഇമ്പോർട്ടൻറ്റ്, ബോധ്യവും പ്രാർത്ഥനയും. നമ്മളകത്ത് ദൈവമുണ്ട്, പക്ഷെ നമ്മ ദൈവമായിട്ട് അകന്ന് നിൽക്കുക, ജഡികമായിട്ട് നിൽക്കുകയാണ്. ദൈവം നമ്മളെ നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമായിട്ട് അടുക്കണം. എന്ന് വെച്ചാൽ നമ്മളെ ശരീരം, നമ്മളെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, പക്ഷേ നമ്മളെ മനസ്സ് ദൈവമായിട്ട് അകന്ന് നിൽക്കുക, നമ്മൾ ജഡികമായിട്ട് നിൽക്കുക, ഈ ലോകത്തിലാണ് നിൽക്കുന്നത്. ഇത് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മളും ദൈവവും ഒന്നാകും. ലയിക്കുന്നത് ആണ് പ്രാർത്ഥനയും ഉടമ്പടിയും. ഒന്നായിട്ട് ലയിക്കണം. നമ്മൾ ലോകത്തിലിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കില്ല. നമുക്ക് വരുന്ന എല്ലാ ദുരിതവും, നമ്മൾ തെറ്റായ തീരുമാനം എടുക്കുന്നതെല്ലാം, അതിൻ്റെ കാരണം നമ്മൾ ലോകമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായിട്ട് നമ്മൾ ഒന്നാകണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതാണ്. ഉടമ്പടി ഒരു സ്വകാര്യ ദൈവമായിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. അത് മൊത്തത്തിലൊരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടങ്ങേണ്ടത് പ്രാർത്ഥന വെച്ചാണ്. അപ്പം ദൈവമായിട്ട് നമ്മൾ ഒന്ന് ചേരണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഞാൻ പറയണത് മനസ്സിലാക്കണം. നമുക്കകത്ത് ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, പക്ഷേ
നമ്മ ദൈവത്തിലിരുന്ന് പിരിഞ്ഞിരിക്കുക, നമ്മ തന്നെ ദൈവത്തിലിരുന്ന് പിരിഞ്ഞിരിക്കുക. ദൈവം അകത്തുണ്ട്, പക്ഷെ ദൈവമായിട്ട് നമ്മൾ അടുത്തിട്ടില്ല. നമ്മളുടെ പാവ പ്രവൃത്തി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സാധിക്കാതെ വരും. ദൈവത്തിൻ്റെ ഇഷ്ടം തിരുമനസ് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് ജെർമിയ 29:11 ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഇഷ്ടമുണ്ട്, തിരുമനസ്സുണ്ട്. അത് നിൻ്റെ നന്മയ്ക്കായിരിക്കും, നിൻ്റെ നാശത്തിനാകില്ല. പക്ഷെ അത് ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവമായിട്ട് ലയിച്ച് നിൽക്കണം. ദൈവമായിട്ട് ഒന്ന് ചേർന്നതിൻ്റെ പേരാണ് ഉടമ്പടി. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളും ദൈവവും ഒന്നാകുകയാണ്. അപ്പോൾ ദൈവത്തിന് സുഖമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പറ്റും. അതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അതിന് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം വേണ്ടത് ദൈവമായിട്ടുള്ളൊരു ബന്ധം, സ്വകാര്യ പ്രാർത്ഥന വേണം. നമുക്ക് പ്രാർത്ഥന ആദ്യം മനസ്സിലാക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെ കുറേ ബോധ്യമില്ലാതെ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന വരേണ്ടത് ഹൃദയത്തിലിരുന്ന്. നമ്മൾ സ്വർഗസ്നായ പിതാവെയാണോ ചൊല്ലുന്നത്, നന്മ നിറഞ്ഞ മരിയയാണോ ചൊല്ലിയതെന്ന് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. പലവർക്കും സംശയം വരും. അപ്പോൾ അത് നാവ് കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. നാവ് കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ആത്മാവും കൂടി ഒന്നാകണം, ചേരണം, ഒന്നാകണം. നമ്മളെ ആത്മാവ് ലോകത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ലോകമാണ് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ടാണ് പലവർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്. പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും മടി തോന്നും, പിന്നെ ആകാം, പിന്നെ എങ്ങനെയും ഇത് തീർക്കാം. ഉറക്കം വരും. എത്ര പേർക്ക് ഉറക്കം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ? ഇന്നത് വിടുതൽ കിട്ടും. ഉറക്കം തന്നെ വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കൈപൊക്കാൻ മടിയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പൊക്കിക്ക്. എത്ര പേർക്ക് ഉറക്കം വരുന്നത്? പ്രൈസ് ദി ലോർഡ്. എത്ര പേരാണ് ഇപ്പോൾ വേണ്ട, അരമണിക്കൂർ കഴിഞ്ഞ് പ്രാർത്ഥിക്കാം, ഇല്ല വൈകുന്നേരം ആക്കാം. അതുപോലെ കുർബാനയ്ക്ക് പോകുമ്പോൾ കാലത്തെ വേണ്ട, വൈകുന്നേരം കുർബാന നോക്കാം. അങ്ങനെ തോന്നുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് വിടുതൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെയൊക്കെ കാരണം ഇതാണ്, നമ്മൾ അകന്ന് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവും നമ്മളും ഒന്നാകണം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്വകാര്യ പ്രാർത്ഥന തുടങ്ങേണ്ടത്. ആദ്യം നമുക്കൊരു ബോധ്യം വേണം, ഞാനും ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിലാണെന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. ഞാൻ സാധാരണ മനുഷ്യരെ പോലെയല്ല, ഞാൻ വേറുപെട്ട് നിൽക്കുക, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. എപ്പോഴും അത് സന്തോഷം ഉണ്ടാകണം. അത് സങ്കീർത്തനം 105:3 അത് തന്നെ പറയണേ. എപ്പോഴും സന്തോഷിച്ചിരിക്കുക, ആഹ്ലാദിക്കുക. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തിട്ട് പോയാൽ ഞാൻ സ്വന്തമാണ്, ഞാൻ അകന്നില്ല നിൽക്കുന്നത്. പിന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കാലത്തെ എണീക്കുമ്പോൾ അതിന് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നും വെക്കേണ്ട. പ്രാർത്ഥിക്കുക ഇങ്ങനെ വേണം, മുടിയൊക്കെ ചീവി ക്ലിയർ ആകണം, അങ്ങനെയൊന്നുമില്ല. ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ബെഡിൽ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ആദ്യം, പ്രൈസ് ദി ലോർഡ്, ആദ്യം ചെയ്യേണ്ടത് ഈ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത എല്ലാ നന്മയ്ക്കും നന്ദി പറയണം. നന്ദി പറയണം എല്ലാ നന്മയ്ക്കും. ഇന്നത്തെ ദിവസം എനിക്ക് തന്നതിന് നന്ദി, ഇന്നത്തെ ദിവസം എനിക്ക് തന്നത് നന്ദി. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന പോലെ എനിക്ക് നല്ല ആരോഗ്യം തന്നത് നന്ദി, ഇന്നലെ എനിക്ക് ഭക്ഷണം തന്നത് നന്ദി, എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ട് അതിന് നന്ദി. കണ്ണ് കാഴ്ച കുറവുള്ളവർ പറയണം, എനിക്ക് കൈ കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും, കാലുകൊണ്ട് നടക്കാൻ സാധിക്കും, നന്ദി. ഇല്ലാത്തതിനെ കുറിച്ചില്ല പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തിനെ ചെറുതാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അമ്മ വാ തുറന്നു കഴിഞ്ഞാൽ അമ്മ പറയുന്നത് കറച്ചല് ദൈവം തന്ന എല്ലാം പറയും. നിനക്ക് ജീവനുള്ള ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള ആവശ്യമുള്ളൂ. എനിക്ക് ജീവൻ എന്ന് നിലനിർത്തിയതിന് നന്ദി ദൈവമേ, എനിക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നതിന് നന്ദി ദൈവമേ. അതാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്.
നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോഴാണ്, ഒരു തലവേദന വരുമ്പോഴാണ് നമുക്ക് ആ തലയുള്ളത് തന്നെ ഓർമ്മ. എനിക്ക് തലവേദന ഇല്ലാത്തതെന്ന് തന്നെ, എനിക്ക് ക്യാൻസർ രോഗം ഇല്ലാത്തതെന്ന് തന്നെ, എനിക്ക് കിഡ്നിയുടെ അസുഖം ഇല്ലാത്തതെന്ന് തന്നെ. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ കുറവ് തോന്നുന്നത്. നമ്മൾ എല്ലാ കുറവാണ്. എനിക്ക് കടമായി, അതായി, ഇതായി, എന്ത് തന്നെ വന്നോട്ടെ, ദൈവമേ നീ എൻ്റെ കൂടെ ഉള്ളതെന്ന് നന്ദി ദൈവമേ. പ്രൈസ് ദി ലോർഡ്. അത് മതി. ഈ ലോകത്തെ എല്ലാം നഷ്ടപ്പെട്ടാലും നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഫിലിപ്പിയർ 3:8 അതാ പറയണത്. ഈ ദൈവമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ലോകത്തിലുള്ളതെല്ലാം നമുക്ക് ചവറായിട്ടേ തോന്നാവും. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല. ആദ്യം അത് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകന് അവനിക്കെല്ലാം വാങ്ങിച്ചു കൊടുത്ത്, എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ആരെങ്കിലും മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടും അവനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഒരു തലേദിവസം പോയിട്ട് ഒരു 10,000 രൂപയ്ക്ക് അവനിക്ക് ഷോപ്പിംഗ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തു. ആ സാധനമൊക്കെ അവൻ ശ്രദ്ധിക്കാതെ അടുത്ത ദിവസം കാലത്തെ എണിച്ചിട്ട് ഒറ്റക്കരച്ചിൽ, എനിക്ക് 50 പൈസയുടെ ഒരു മിഠായി വാങ്ങിക്കണം പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന കരച്ചിലും കംപ്ലൈൻറ്റും കുറ്റം പറച്ചിലും ആണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും. ഞാൻ ഇവനിക്ക് അതിനേക്കാളും വലുത് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ, ഇത്രയും ചെയ്തിട്ട് അതൊന്നും കണ്ണി കാണാതെ ഇവനിക്ക് 50 പൈസയുടെ കാര്യത്തിനാണല്ലോ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിന് പറയാൻ കുറേ കാര്യമുണ്ട്. നിനക്ക് ഞാൻ തന്നെ ഉണ്ട്, നിനക്ക് നല്ലൊരു കുടുംബത്തിനെ തന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ രോഗം തന്നിട്ടില്ല, നിന്നെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു എനിക്ക് സംരക്ഷണം നൽകിയതിന് നന്ദി. അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അനുഭവം ഉണ്ടാവും. അതെല്ലാം ഓർത്തെടുത്ത് ദൈവത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സമർപ്പണമാണ്. സമർപ്പണം നമ്മുടെ ശരീരത്തിനെ സമർപ്പിക്കണം, പിന്നെ കുടുംബത്തിനെ സമർപ്പിക്കണം, കൂട്ടുകാരെ സമർപ്പിക്കണം. ഞാൻ ആരെല്ലാമായിട്ടാണ് ഇന്ന് ഇടപെടാൻ പോകുന്നു അവരെല്ലാം സമർപ്പിക്കണം. നമ്മുടെ ബിസിനസ്സിനെ സമർപ്പിക്കണം, ജോലി ചെയ്യുന്ന ജോലിയെ സമർപ്പിക്കണം, യാത്രയെ സമർപ്പിക്കണം, വാഹനത്തെ സമർപ്പിക്കണം, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സമർപ്പിക്കണം. ഈ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം അനുവദിക്കാതെ വരില്ല. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കണം. ഈ സങ്കടത്തിൻ്റെ എങ്ങനെയാണ് സന്തോഷിക്കണമെന്നാണ് ഞാൻ പറയണം. ഉടമ്പടി എടുക്കണവരിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. ഉടമ്പടി എടുക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് സന്തോഷമേ പാടുള്ളൂ. സങ്കടം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ വിശ്വാസം കുറഞ്ഞ ബോധ്യം പോയി എന്നുള്ളതാണ്. ഇപ്പോഴും ഇതിലിരിക്കുന്ന കുറേ പേർക്ക് എപ്പോഴും നിയോഗത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. എനിക്കെന്തെങ്കിലും തെറ്റിപ്പോവുക, ഇല്ല അത് നിയോഗം നടക്കുക, ഈ ഉടമ്പടി എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കാണ്, അതൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന അത് ഹൃദയത്തിലിരുന്ന് വരണം. പ്രാർത്ഥന ഉടമ്പടി എടുക്കുന്നത് ഒരു പ്രക്രിയ ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു എക്സാം എഴുതിയോ ഒരു ഫോം ഫില്ല് ചെയ്ത് ഇവിടെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. നമ്മളുടെ ബോധ്യമാണ് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ പ്രവർത്തിക്കും. അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാം സമർപ്പിക്കുക. അമ്മയെ സമർപ്പിക്കുക, അച്ഛനെ സമർപ്പിക്കുക, അനിയനെ സമർപ്പിക്കുക, ചേച്ചിയെ സമർപ്പിക്കുക. പിന്നെ അവരെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ദൈവം നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. നന്ദി മാത്രമേ പറയാവൂ. അതിന് മാത്രമേ അധികാരമുള്ളൂ. സമർപ്പിച്ചതിനെക്കുറിച്ച് കുറ്റം പറയാൻ നമുക്ക് അധികാരമില്ല. സങ്കടപ്പെടാൻ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾ ഒരു കാറ് തന്നു, കാറ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു, ഗിഫ്റ്റ് തന്നു. ഞാൻ കൊണ്ടുപോയിട്ട് കാർ ആക്സിഡൻ്റ് ആക്കി സ്ക്രാച്ച് ആക്കിയാൽ നിങ്ങൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അതെൻ്റെയായി. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ഇത്രയും നല്ലതൊന്നും നീ പൊളിച്ചല്ലോ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിൽ സങ്കടവും കരച്ചിലും ബഹളമായി. നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ആ വിഷയത്തിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പിന്നെ മൂന്നാമത്തത് നമ്മളെ ചിന്തകളെല്ലാം സമർപ്പിക്കുക. ഞാൻ ചിന്തിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവമേ നിന്നിൽ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിങ്ങൾ തെറ്റായ തീരുമാനം എടുത്താലും അത് ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്കായി മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ
പിന്നെ നാലാമത്തെ കാര്യമാണ് വളരെ അത്യാവശ്യമുള്ള കാര്യം. അനുതാപം വലിയൊരു വിഷയമാണ്. ലൂക്ക 4-ാം അധ്യായം 34 ഈശോ പിശാചിനെ കണ്ട് പറയാണ്, നീ മിണ്ടരുതെന്ന് പറയുകയാണ്. പിശാചിന് ഈശോനെ കുറിച്ച് അറിയാം. ഈശോ മിശിഹായാണ്, ദൈവത്തിൻ്റെ മകനാണെന്ന് അറിയാം, രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കണമെന്ന് അറിയാം. യോഹന്നാൻ 17:3 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈശോനെ അറിയുന്നതാണ് നിത്യജീവൻ, രക്ഷ. പക്ഷെ പിശാചിന് എന്താ രക്ഷ കിട്ടാത്തത്? പിശാചിനെ അറിയായിരുന്നു ഈശോ ദൈവത്തിൻ്റെ മകനാണ്, മിശിഹാണെന്ന് അറിയാം. പക്ഷേ ഈശോ പറയാൻ നീ മിണ്ടരുതെന്ന് പറയാം. മിണ്ടരുതെന്ന് പറഞ്ഞാൽ നമ്മളോടും പലവരോടും നമുക്ക് മിണ്ടാൻ പറ്റാത്തത്. ദൈവം മിണ്ടരുതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തടസ്സമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് മിണ്ടരുതെന്ന് ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? നമുക്ക് ഈശോനെ അറിയാം, പിശാചിന് ഈശോനെ അറിയാം. പക്ഷെ പിശാചിനോട് ഈശോ മിണ്ടരുതെന്ന് പറഞ്ഞ്, ഇത് തന്നെയാണ് കാനാക്കാരി സ്ത്രീയോട് സംഭവിച്ചത്. കാനാക്കാരി സ്ത്രീക്ക് മകൾക്ക് പിശാച് ബാധിച്ചിരുന്നു. അപ്പോൾ അവൾ ഈശോയുടെ അടുത്ത് വരും, മകളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം. പല മാതാപിതാക്കന്മാർക്ക് ഈ പ്രശ്നമുണ്ട്. മക്കൾ അനുസരിക്കുന്നില്ല, കുർബാനയ്ക്ക് പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഒച്ചയും ബഹളമാണ്, എപ്പോഴും മൊബൈലിൻ്റെ അടിമത്വമാണ്. അതിൻ്റെ കാരണം മക്കളില്ല, നമ്മ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം, നമ്മ തന്നെയാണ്. അത് മാർക്കിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 27 ഈശോ അവളോട് പറയാണ്, അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നിയമവർത്തനയില്ല, വെളിപാട് 22:15 പറയുന്നത് നായ്ക്കളും പാപികളും എൻ്റെ ദൈവരാജ്യത്തിൻ്റെ പുറത്താണെന്നാണ് പറയണം. എന്ന് വെച്ചാൽ പാപം ചെയ്തിട്ടുണ്ട്. അവിടെ നായ്ക്കളെന്ന് ഈശോ ആ പെണ്ണിനോട് പറയുമ്പോൾ, കാനാക്കാരി സ്ത്രീയോട് പറയുമ്പോൾ ഈശോ പറയാണ്, നീ പാപിനിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിനക്ക് സൗഖ്യം കിട്ടാത്തത്. പിശാചിനുള്ള പ്രശ്നം എന്തായിരുന്നു? പിശാചിനോട് മിണ്ടരുതെന്ന് പറഞ്ഞത്, പിശാചിന് ദൈവത്തെ അറിയാം, പക്ഷെ പിശാചിനെ അനുദപിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അനുദപിക്കാൻ സാധിക്കാത്തവരെല്ലാം പിശാചിൻ്റെ ബന്ധനത്തിലാണ്. നമ്മൾ പലവരും നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ അനുദപിക്കില്ല. ഞാൻ ശരിയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്തിനാണ് എളിമപ്പെടേണ്ടത്, അമ്മയാണ് തെറ്റോ. ചില മക്കൾക്കൊക്കെ ഇത് പ്രശ്നമാണ്. അമ്മയോട് വഴക്കുണ്ടാക്കുക, ചില ഭാര്യ ഭർത്താവ് വഴക്കുണ്ടാക്കുക, എന്നിട്ട് അവർ തന്നെ അവരെ ന്യായീകരിക്കുക, ഞാൻ ശരിയാണ്, അനുദപിക്കില്ല. നമുക്ക് അനുദപിക്കാൻ മാത്രമേ അധികാരമുള്ളൂ, നമ്മളെ ന്യായീകരിക്കാൻ അധികാരമില്ല. എനിക്ക് യോഗ്യത ഇല്ലെന്നുള്ളൊരു വിചാരം എപ്പോഴും നമുക്കുണ്ടാകണം. എനിക്ക് യോഗ്യത ഇല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യോഗ്യതയില്ല. അത് കാര്യം എന്താ? അത് പരിസയരും ചുങ്കക്കാരനും കൂടി പ്രാർത്ഥിക്കാൻ പോകും. അവിടെ സംഭവിച്ചതെന്താ? പരിസയന് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, അവൻ പറഞ്ഞത് ദൈവത്തോട്, എനിക്കും യോഗ്യതയുണ്ട്, നിനക്കും യോഗ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എപ്പോഴും. അത് ഈശോ ആ പ്രാർത്ഥന അംഗീകരിച്ചില്ല. പക്ഷെ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്, നിനക്ക് യോഗ്യതയുണ്ട് ദൈവമേ, പക്ഷെ എനിക്ക് യോഗ്യതയില്ല. ആ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു. ശതാധിപനും ശതാധിപൻ പ്രാർത്ഥിച്ചത് അവൻ്റെ ജോലിക്കാരന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അവനും പറഞ്ഞ്, അവനിക്കും ബോധ്യമുണ്ടായി ദൈവത്തിന് യോഗ്യതയുണ്ട്, പക്ഷെ എനിക്ക് യോഗ്യതയില്ല. അവിടെ പ്രാർത്ഥന കേട്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാനാക്കാരി സ്ത്രീയുടെ പ്രശ്നം എന്തായിരുന്നു? അവളുടെ മകള് പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്നു. അപ്പോൾ അവളുടെ മകൾ പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്നു പറഞ്ഞാൽ, അവൾ ഇന്നും പല മക്കളും അതുപോലെയാണ്. അമ്മയും മക്കളും തമ്മിൽ വഴക്ക എപ്പോഴും.
വലിച്ചെറിയുക, കേൾക്കില്ല, മുറി അടച്ചിരിക്കുക, ഫോണും വെച്ച് ഇങ്ങനെ ഇരിക്കുക, അതെല്ലാം പിശാചിൻ്റെ ബന്ധനമാണ്. പക്ഷെ ഈശോ മകളെയില്ല കുറ്റപ്പെടുത്തിയത്, അമ്മേനെയാണ് കുറ്റപ്പെടുത്തിയത്. അമ്മയോട് പറഞ്ഞത്, മക്കളുടെ അപ്പം കൊടുത്ത് നായ്ക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല, നിനക്ക് കൊടുക്കാൻ സാധിക്കില്ലെന്ന്. അപ്പം അവൾ എന്താ ചെയ്തത്? അവൾ അപ്പം പറഞ്ഞത്, ദൈവമേ, താഴെ കിടക്കുന്ന അപ്പം, മിച്ചം വന്ന അപ്പം എനിക്ക് മതി, പ്രൈസ് ദി ലോർഡ്. ബാക്കി വരുന്നത് എനിക്ക് മതി, പ്രൈസ് ദി ലോർഡ്. അതാണ് എളിമപ്പെട്ട് അനുദപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുദപിക്കണം. നമുക്കെല്ലാം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ന്യായപ്പടി നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് അതിനെ വിഷമിക്കും. അതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവമേ, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് മിച്ചം വന്നത് നീ തന്നാൽ മതി, എനിക്ക് അതിനേ ഉള്ളൂ, പ്രൈസ് ദി ലോർഡ്. എടുക്കുന്നവരൊക്കെ എടുത്തോട്ടെ, എനിക്ക് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ നീ തന്നാൽ മതി, ബാക്കി വരുന്നത് എനിക്ക് തന്നാൽ മതി, പ്രൈസ് ദി ലോർഡ്. അപ്പം എളിമപ്പെടാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും നീ തന്നെങ്കിൽ ബാക്കി താഴെ കിടക്കുന്നത് ഞാൻ എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് പരാതിയില്ല, പ്രൈസ് ദി ലോർഡ്. പരാതിയില്ലാതെ വരുമ്പോൾ തന്നെ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടും, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് യോഗ്യതയില്ല, നിനക്ക് യോഗ്യതയുണ്ട്. എനിക്ക് ചോദിക്കാൻ ഒരു യോഗ്യതയും ഇല്ല, എനിക്ക് മിച്ചം വരുന്നത് തന്നാൽ മതി. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കും, മക്കളൊക്കെ സൗഖ്യപ്പെടാൻ നിങ്ങൾക്ക് കാണാം. ഈശോ അപ്പം തന്നെ കുറച്ചു നേരം മുമ്പേ പറഞ്ഞാൽ, നീ പിശാചാണ്, പിശാചിൻ്റെ ബന്ധനത്തിലാണ്, നീ പാപിയാണ്, എൻ്റെ അടുത്ത് നിനക്ക് പുറത്താണ്. വെളിപാട് പറയുന്നത് അതാണ്. വെളിപാട് 22:15 പറയുന്ന, പാപിയും പട്ടികളും പുറത്താണെന്നാണ് പറയണം. പക്ഷെ ഇവിടെ അനുദപിച്ച് എളിമപ്പെട്ടപ്പോൾ എനിക്ക് ബാക്കി മിച്ചം എന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പട്ടിയാണ്, ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുന്നത്, നമ്മളെ പാവത്തെ ഏറ്റു പറയുന്നതാണ് അനുതാപം ദൈവത്തിൻ്റെ മുമ്പിൽ. ആ പാവത്തിൻ്റെ ബോധ്യം ഉണ്ടാകണം, എടുത്തു പറയണം. അത് പിന്നെ പറയാം, മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയില്ല, എൻ്റെ പ്രവൃത്തിയിൽ അത് കാണണം. നമുക്കെല്ലാം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, മനസ്സുകൊണ്ട് ഞാൻ ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞല്ലോ, ദൈവത്തോട് പറഞ്ഞല്ലോ ഞാൻ പാപിയാണ്, പിന്നെയും അത് തന്നെ ചെയ്യും, പിന്നെയും നമ്മൾ ആ പാപം തന്നെ ചെയ്യും. അതിലെന്ത് കാര്യം? നമ്മളെ പലരുടെ കുടുംബത്തിലും മക്കൾക്ക് സൗഖ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അനുദപിച്ച് എളിമപ്പെടണം, പ്രൈസ് ദി ലോർഡ്. ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പലർക്കും വിഷമമായി, എൻ്റെ മക്കൾ ഇങ്ങനെയായി അങ്ങനെയായി, ഒന്നും കേൾക്കുന്നില്ല, അവളുടെ സന്തോഷത്തിനടയ്ക്കാം, അവൻ്റെ സന്തോഷത്തിനടയ്ക്കാം, മദ്യപാനത്തിൻ്റെ അടിമയാണ്. നിങ്ങൾ അനുദപിച്ചാൽ മതി, നിങ്ങൾ വ്യത്യാസം കാണാൻ പറ്റും. ദൈവം ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഉറപ്പായിട്ട്, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവസാനം നമുക്ക് ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്താണെന്നറിയാം. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മൾ ഒരു തൈ നട്ട്, ഇല്ല മാവിൻ്റെ കുരു നട്ട് മാവിൻ്റെ തൈ വെച്ച്, നമുക്ക് അവസാനം എന്താ വേണ്ടിയത്? അത്രയും ജോലി എടുത്തിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? കിട്ടേണ്ടത് എന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്തൊക്കെയാണ്? ഗലാത്യർ 5:22. അത് മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നിലിരുന്ന് ഈ കാര്യങ്ങൾ മാത്രമേ പുറത്തു വരാവൂ. നിങ്ങൾ ഇന്ന് കാലത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഉടമ്പടിയിലുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചറിയണം. എനിക്ക് മനസ്സിലായത് ഉടമ്പടി എങ്ങനെയാണ്, ഈ മുഷിഞ്ഞ വസ്ത്രവും നല്ല ലോണ്ടറി പോയിട്ട് വന്ന വസ്ത്രവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളിപ്പോൾ അലക്കിയെടുത്ത വെളുത്ത വസ്ത്രമായിട്ട് കാണണം. കൂട്ടത്തിൽ കാണുമ്പോൾ ഉടമ്പടി എടുത്തവരെല്ലാം നല്ല വെളുത്തിരിക്കുന്ന ലോണ്ടറി പോയിട്ട് വന്നുള്ള വസ്ത്രം പോലെ ആയിരിക്കണം അവർ. ഈ ഉടമ്പടി എടുക്കാത്തവർ മുഷിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ പറയണതെല്ലാം വ്യത്യാസം ഉണ്ടാകും. ഈ ലോകത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നോക്കിയോ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും നീ ഉടമ്പടിയിലാണ്. ഉടമ്പടിയിലുള്ളവർ ഈ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഈ കെമിസ്ട്രിയിലൊക്കെ ഉണ്ട്, ഈ സാധാരണ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടണം. പ്രൊഡക്റ്റ് 2 രാസവസ്തുക്കൾ ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടും, റിസൾട്ട് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വ്യത്യാസത്തിൽ കാണേണ്ടത് അപ്പോൾ ദൈവം കൂടുതൽ പ്രവർത്തിക്കും. ദൈവം നിങ്ങളെ സ്വന്തമാകും.
പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. ഫലം എന്തൊക്കെയാണ്? ആദ്യം സന്തോഷം വെച്ചെടുക്കുക. മൂന്നായിട്ട് തിരിക്കുക. സന്തോഷം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകും. സമാധാനം ഉണ്ടെങ്കിൽ ക്ഷമയും ഉണ്ടാകും. സമാധാനമുള്ളവരെപ്പോഴും ക്ഷമയോടെ ഇരിക്കും. എന്ത് തന്നെ ആരെന്ത് പറഞ്ഞാലും മിണ്ടില്ല, തിരിച്ച് മിണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും സന്തോഷമാവും. നിൻ്റെ അടുത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ദൈവത്തിൻ്റെ ആണല്ലോ, ദൈവത്തിനറിയാം. ദൈവം അനുവദിച്ചിട്ടുള്ളത് ഈ സഹനം ദൈവത്തെ എന്നിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഞാൻ വഴി എന്നെ സാക്ഷിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ദൈവം ഇതെല്ലാം തിരിച്ചു തരും, അതിനേക്കാളും ഇരട്ടിച്ച് തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എങ്ങനെയാ എന്ന് വെച്ചാൽ ഫലം എന്താണ്? ആദ്യം സന്തോഷം, രണ്ടാമത്തത് സമാധാനം. എപ്പോഴും സമാധാനത്തിലിരിക്കുക. ഒന്നും എവിടെയെങ്കിലും ഒരു വഴക്കുണ്ടാകുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഭർത്താവിന് പ്രലോഭനം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇത് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ സമാധാനത്തിനുണ്ട് ജോലി ചെയ്യണം. ചിലപ്പോൾ അത് തെറ്റാണെങ്കിൽ പോലും ആ കാര്യം നിങ്ങൾ ഭർത്താവിന് പ്രലോഭനമോ മറ്റുള്ളവർക്ക് ദേഷ്യമോ വഴക്കോ ഉണ്ടാകുന്ന ചാൻസസ് എല്ലാം അവോയ്ഡ് ചെയ്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ക്ഷമയോടെ ഇരിക്കുക. പിന്നെ അത് ആദ്യത്തെ മൂന്നായി. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ്? സന്തോഷം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും, സമാധാനം ഉണ്ടെങ്കിൽ ക്ഷമയോടെ നമ്മിരിക്കും. 9 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. രണ്ടാമത്തത് സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ ദയ ഉണ്ടാകും. ആരോടാണ് സ്നേഹം? ദയ. ഭർത്താവിനോട് ദയ ഉണ്ടാകണം, ഭാര്യയോട് ദയ ഉണ്ടാകണം. വല്ലവരോടൊക്കെ പൂച്ച പട്ടിയോടൊക്കെ ദയ കാണിക്കും ചിലപ്പോൾ. പക്ഷെ വീട്ടിൽ ഭർത്താവിനോട് മക്കൾ ക്ഷമിക്കുന്നതാണ് ദയ. അവരറിയുന്നില്ല. ഈസ് ദി ലോർഡ്. അവരറിയുന്നില്ല അവർ ചെയ്യുന്ന എന്താന്ന്. ഈശോ പഠിപ്പിച്ചെന്നല്ലേ, അവരെന്താ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ദയ കാണിക്കുക അവരോട്. മൂന്നാമത് ഈസ് ദി ലോർഡ്, ദയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്മ ചെയ്യും. നന്മ എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് വിഷമിക്കാതിരിക്കാനുള്ള പ്രവൃത്തിയെങ്കിലും നിങ്ങൾ ചെയ്യുക. അവർക്ക് വേണ്ടി നന്മ ചെയ്യുക. നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ആദ്യത്തത് സന്തോഷം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ ക്ഷമയുണ്ടാവും. രണ്ടാമത്തത് സ്നേഹം ഉണ്ടെങ്കിൽ ദയുണ്ടാവും, ദയുണ്ടെങ്കിൽ നന്മ ചെയ്യും. മൂന്നാമത്തത് വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തത ഉണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും? ആത്മസംയമനം ഉണ്ടാകും, സെൽഫ് കൺട്രോൾ. വിശ്വാസമല്ല, വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് വിശ്വസ്തത. വിശ്വസ്തത ഉണ്ടെങ്കിൽ വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കുന്ന സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം എന്ന് പറയാം, ആത്മസംയമനം. മൂന്നാമത്തത് സൗമ്യത. ഇതെല്ലാം ഉണ്ടെങ്കിൽ സൗമ്യതയും ഉണ്ടാകണം. അപ്പം 3 പോയിൻ്റാണ്. ഒന്ന് ആദ്യത്തത് സന്തോഷം, സമാധാനം, ക്ഷമ. രണ്ടാമത്തത് സ്നേഹം, ദയ, നന്മ. മൂന്നാമത്തത് വിശ്വസ്തത, ആത്മസംയമനം, പിന്നെ സൗമ്യത. ഇത്രയും കാര്യം നിങ്ങൾ കാണുമ്പോൾ, ഉടമ്പടിയിലുള്ളവർ കാണുമ്പോൾ ഇത്രയും കാര്യം ഉണ്ടാകണം. ഇതായിരിക്കണം നിങ്ങളെ ലക്ഷ്യം. ഇത് നിങ്ങൾ ഉടമ്പടിയൊക്കെ പ്രവർത്തിച്ച് കുറേ ഹാൻഡ് വർക്കും റൈറ്റിങ്ങിൽ എഴുതി ഇവിടെ ഫോമൊക്കെ കൊണ്ടുവന്ന് അത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് മെഴുതിരി കത്തിച്ച് ഈ പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലി അതെല്ലാം ചൊല്ലുമ്പോഴും നിങ്ങളിലേക്ക് വളർന്നു വരേണ്ടത് ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവം എന്താ? ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഞായറാഴ്ച എൻ്റെ പ്രാർത്ഥന കൃപാസനത്തിൻ്റെ തന്നെ കോയമ്പത്തൂർ പ്രാർത്ഥനയുണ്ട്. അവിടെ ഞാൻ സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ആഴ്ചയില്ല, 2 ആഴ്ച മുമ്പ് ഞാൻ സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാതാവിന് ആഗ്രഹം, ഉടമ്പടിയിലൊക്കെ മാതാവ് ആഗ്രഹിക്കുന്നത് ആർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങളാണ്. ചെറിയ ഈ നിങ്ങളെ ജലദോഷം മാറി, ഉറുമ്പ് കടിച്ച്, തലവേദന മാറി, അതൊന്നും ഇല്ല ദൈവത്തിന് ഇഷ്ടം. ഇവിടെ വരേണ്ടത് ആർക്കും സാധിക്കാത്ത കാര്യം ആയിട്ടേ വരേണ്ടതെന്ന് പറഞ്ഞു. ഈ ലോകത്തെ എല്ലാവരും കഴിവണം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ എണിച്ചു വന്നു. അയാൾ ആദ്യമായിട്ട് തന്നെ എണിച്ചു വന്നിട്ട് അയാൾ ആരാധനയ്ക്ക് അവിടെ റെക്ടറച്ചൻ വരും. റെക്ടറച്ചനെ വിളിച്ചുകൊണ്ട് വരുന്ന ആളാണ്. അപ്പോൾ പുള്ളിയും കയറി ഇന്ന് പ്രാർത്ഥനയ്ക്കിരുന്നോളാം ആദ്യമായിട്ട് പറയാം. പുള്ളി എണീച്ച് കിണത്ത് പറഞ്ഞാൽ
ആർക്കും സാധിക്കാത്ത എൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. 4 ദിവസം മുമ്പ് എൻ്റെ മകൻ്റെ അമ്മായിയമ്മ, മരുമകളുടെ അമ്മ വീട്ടിൽ വന്ന് അവൾക്ക് പെട്ടെന്ന് ഈ ഹാർട്ടിൻ്റെ അറ്റാക്ക് പോലത്തെ എന്തോ പ്രോബ്ലം വന്നിട്ട് ICUലായി. ഡോക്ടർ കൈവിട്ടിരിക്കുകയാണ്. ഈ മറ്റേ വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ എടുത്താൽ മരിക്കും, അവരെ രക്ഷിക്കാൻ സാധിക്കില്ലത്. അപ്പോൾ ഇത്രയും പേര് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കേസാണ് ഞാൻ ഇവിടെ എഴുതി വെക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ എല്ലാം എഴുതിപ്പിക്കാറുണ്ട്, ഒരു നിയോഗം എല്ലാവരെയും കൊണ്ട് എഴുതിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ് സൗഖ്യം കിട്ടിയാൽ നിങ്ങൾ എത്ര പേരോട് പറയുമെന്ന് ചോദിച്ചു, സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അവിടെ ഒന്നുമുണ്ട്, അത്രയും പേര് കേട്ടു. ഇത് കാര്യം തോന്നുന്നത് അത് വിശ്വാസമാണ്. എത്ര പേരോട് പറയും? അയാൾ പറഞ്ഞ് ഞാൻ 100 പേരോട് പറയാം. ഞാൻ പറഞ്ഞു അത് പോരാ, അത് കൊടുത്താൽ പോരാ, 100 10,000 പേരോട് പറയുമോ? പറയാമെന്ന് പറഞ്ഞു. എന്നാൽ സൗഖ്യം കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു. അയാൾ വിശ്വസിച്ചില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ അടുത്ത ആഴ്ച അയാൾ വന്ന് സാക്ഷ്യം പറഞ്ഞ് അവർക്ക് സൗഖ്യം കിട്ടി ഡിസ്ചാർജ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കാര്യം എന്താണെന്നാണ്, ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം എന്താ? വിശ്വാസത്തെ 3ആയിട്ട് വിരിക്കാം. വിശ്വാസത്തിൻ്റെ ബോധ്യം 3ആണ്. വിശ്വാസം എന്താണ്? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല. വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ബോധ്യം എന്താണ്? രണ്ടാമത്തെ ബോധ്യം? ഫസ്റ്റത്തത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. രണ്ടാമത്തത് എന്ത് തന്നെ സംഭവിച്ചാലും ഈ ലോകത്തിൽ എന്ത് കാര്യത്തിലും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമൊന്നുമില്ല, എല്ലാം സാധ്യമാണ്. ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തെ കൊണ്ട് അതെല്ലാം മാറ്റിത്തരാൻ പറ്റും, അതെല്ലാം സാധ്യമാണ്. മൂന്നാമത്തത്, പിന്നെ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു 3 ബോധ്യം എപ്പോഴും എഴുതി വെച്ചോ. ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കേണ്ട കാര്യം, ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന പ്രശ്നം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ വരില്ല. ദൈവം അനുവദിച്ചെന്ന, ദൈവം അനുവദിച്ചെങ്കിൽ അതിൽ ഒരു നന്മയുണ്ട്. രണ്ടാമത്തത്, എൻ്റെ ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കും. മൂന്നാമത്തത്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതികൂല സാഹചര്യം എൻ്റെ നന്മയ്ക്കായി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വരുമ്പോൾ ബിഗ് 0 ആയിരുന്നു പ്രശ്നങ്ങൾ. അവിടെ പോയ കേസ്, ഇവിടെ പോയ പ്രശ്നം, ബിസിനസ്സെല്ലാം പൊളിഞ്ഞ് കടബാധ്യത എല്ലാം. പക്ഷെ ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാണ്. എന്നിട്ട് എൻ്റെ ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കും. ഇതെല്ലാം തിരിച്ചു മാത്രമല്ല, അതിൻ്റെ എത്രയോ ഇരട്ടിപ്പിച്ച് തന്ന് പിന്നെ ഇതിൻ്റെ നന്മയ്ക്കായി മാറ്റിയത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.